ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, കൊച്ചടുക്കളയിൽ നിന്നും മറ്റൊരു വിഭവം വരികയാണ്. അതായത് ഇതൊരു ഓംലെറ്റാണ്. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഓംലെറ്റ് അല്ല. ദിസ് ഈസ് എ സ്പാനിഷ് ഓംലെറ്റ്. സ്പെയിനിലൊക്കെ വളരെ വളരെ പോപ്പുലറായിട്ടുള്ള അവരുടെ ഒരു കോമൺ ഫുഡാണ്. നമ്മളിപ്പോൾ നാട്ടിൽ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കില്ലേ, അതുപോലെ അവരുടെ നാട്ടിൽ അവർ ഓംലെറ്റ് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. വെരി കോമൺ. പിന്നെ അവർക്കിതൊരു വലിയ സംഭവമാണ്. നമുക്കിത് വലിയ സ്പാനിഷ് ഓംലെറ്റ് എന്നൊക്കെ നമ്മൾ സെർവ് ചെയ്താൽ കുറച്ച് നല്ല തിക്കായിരിക്കും. അങ്ങനെ ഒരു സ്റ്റൈലാണ്. അതിനകത്തൊരു പൊട്ടറ്റോയും പിന്നെന്താ പറയുക, ടൊമാറ്റോ വേണ്ട, പൊട്ടറ്റോ, സവാള, ഇതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഒലിവ് ഓയിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. പിന്നെ മുട്ട. ഇതാണ് എൻ്റെ ഒരു രീതി. പിന്നെ പെപ്പർ, സോൾട്ടൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. നമുക്ക് ഇംപ്രവൈസേഷൻ എന്നുള്ളതിലേക്ക് വേണമെങ്കിൽ നമുക്ക് പച്ചമുളകും ചേർക്കാം. പക്ഷേ ഒത്തൻറ്റിക്കലി പച്ചമുളകൊന്നും വേണം എന്നില്ല. കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. അവർക്കങ്ങനെ സ്പൈസി അങ്ങനെയൊന്നും ചെയ്യണം. പക്ഷേ സ്പാനിഷ് ഡിഷസൊക്കെ സ്പെയിനിൽ അത്യാവശ്യം സ്പൈസി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലങ്ങനെ അവർ വലിയ സ്പൈസപ്പ് ചെയ്തല്ല ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും നമുക്ക് എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും വരുത്താമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്സ്ചർ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാണാൻ പറ്റും. അപ്പോൾ അതിനെ തിന്നായിട്ട് കനം കുറച്ച് കട്ട് ചെയ്ത് പൊട്ടറ്റോ ആണ് വേണ്ടത്. ഇതിപ്പോൾ ഏകദേശം അതുപോലെ തന്നെ നീളത്തിന് അരിഞ്ഞ് സവാള ഒരു 2 ഇടത്തരം ഞാനിങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് സൈസ് ചെറുതും വലുതുമാണ് ഇരിക്കുന്നത്, കാണിച്ചു തരാം. അപ്പോൾ മീഡിയം സൈസൊക്കെ ആണെങ്കിൽ ഒരു 4 എണ്ണം എടുക്കുക. ഇതിപ്പോൾ കുട്ടി ആയതുകൊണ്ട് 1, 2, ഇതിനെ ഞാൻ എല്ലാം കൂടി ചേർത്തിട്ടൊരു 4 മീഡിയം പൊട്ടറ്റോ ആയിട്ട് കണക്കാക്കുന്നു. ഇനി ഇത് കനം കുറച്ച് അരിയുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇതിപ്പോൾ ഉള്ളി കനം കുറച്ച് ഒരുപാട് തിന്നാവണമെന്നില്ല, എങ്ങനെയെങ്കിലും അരിയാം. നീളത്തിന് അത്യാവശ്യം കനം കുറച്ച് അരിയാം. 2 ഇടത്തരം. ഓക്കെ, ഇതൊരു സൈഡിലിരിക്കട്ടെ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. ഇനി ഉരുളക്കിഴങ്ങിൻ്റെ കഥ പറഞ്ഞാൽ കനം കുറച്ച്, എത്രത്തോളം കനം കുറയ്ക്കാമോ അത്രത്തോളം കനം കുറച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ചെയ്യുന്നില്ല, റൗണ്ടായിട്ട് ഇടുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 2ആയിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ചെയ്താലും മതി. അധികം ഖനമില്ലാത്ത തിൻ സ്ലൈസസ് ആയിട്ട് മുറിക്കാം. ചിപ്സിനൊക്കെ മുറിക്കുന്ന പോലെ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഈ രീതിയിൽ എല്ലാ ഉരുളക്കിഴങ്ങും എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങെല്ലാം കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പണി. കട്ട് ചെയ്യുക എന്നുള്ളതാണ് ജോലി. പിന്നെ മുട്ട ഏകദേശം ഒരു 4 മുട്ട വരെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്ത് തീരട്ടെ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മുടെ വെജിറ്റബിൾ പിന്നെ എന്താ പറയുക, ഗ്രേറ്റ് ചെയ്യുന്ന ക്യാരറ്റ് ഗ്രേറ്ററൊക്കെ ഇല്ലേ, അതിനകത്ത് പൊട്ടറ്റോ വേണമെങ്കിൽ സ്ലൈസ് ചെയ്യാൻ പറ്റും. ആ സ്ലൈസറും കൂടി ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ പൊട്ടറ്റോ സ്ലൈസറിൽ വെച്ച് സ്ലൈസ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ തിന്നായിട്ട് കിട്ടും. കുറച്ചുകൂടെ സമയം ലാഭിക്കും. അങ്ങനെ പൊട്ടറ്റോ എല്ലാം അരിഞ്ഞ് കഴിഞ്ഞു. ഇത് നോക്കി. അപ്പോൾ സ്ലൈസർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം കേട്ടോ. തിന്നായിട്ട് അരിഞ്ഞെടുക്കും. നമ്മൾ ഈ ചിപ്സ് കടയൊക്കെ കാണില്ലേ, വഴിയിലൊക്കെ ചെറിയ കടകൾ, ഇങ്ങനെ വെച്ചിട്ട് ഏത്തക്ക കപ്പയെല്ലാം ഇങ്ങനെ ചീകിയിടുന്നത്, അതുപോലെ പൊട്ടറ്റോ എല്ലാം അങ്ങനെ തന്നെ അവരൊക്കെ ചെയ്യുന്നത്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഇത് സിമ്പിളാണ് കാര്യം സ്പാനിഷ് ഓംലെറ്റ്. പക്ഷേ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ പൊട്ടറ്റോയിലെ സ്റ്റാർച്ച് കംപ്ലീറ്റ് കഴുകി കളയണം. അത് ഒരു വെള്ളത്തിലല്ല, ഒരു 4-5 വെള്ളം കഴുകി സ്റ്റാർച്ച് ഫ്രീ ആക്കി എടുക്കണം. അപ്പോൾ നോക്കൂ, ഓക്കെ, വെള്ളം ഒന്ന് കഞ്ഞി വെള്ളം മാതിരി ഇരിക്കുന്നില്ലേ, ഇതതിൻ്റെ സ്റ്റാർച്ചാണ്. അപ്പോൾ ഇത് കഴുകി കളഞ്ഞിട്ട് വീണ്ടും കഴുകി നല്ല ക്ലിയർ വാട്ടർ ആകുന്നവരെ കഴുകിയെടുക്കണം. ഇത്ര വെള്ളം, കലക്ക വെള്ളം, ഓക്കെ, കലങ്ങിയ വെള്ളം പോലെ. ഇനി ഇത് കളഞ്ഞിട്ട് വീണ്ടും കഴുകുക. അപ്പോൾ വാട്ടർ ക്ലിയർ ആകുന്നവരെ കഴുകിയെടുക്കുക. ഇപ്പോൾ കുറച്ചുകൂടെ ക്ലിയറായി, പക്ഷേ എന്നാലും ഒരല്പം കലങ്ങലുണ്ട്. നോട്ട് കംപ്ലീറ്റ്ലി എന്താ പറയുക, സ്റ്റാർച്ച് ഫ്രീ ആയിട്ടില്ല. ഇനി ഒന്നുകൂടി 1 more ടൈം മതിയാകും. കഴുകിയെടുക്കാം. ഓക്കെ, വൺസ് മോർ. അപ്പോൾ വെള്ളം ഈസ് ക്ലിയർ. ഇനി നമുക്ക് വെള്ളത്തിൽ നിന്നും ഊറ്റി മാറ്റാം. അങ്ങനെ പൊട്ടറ്റോ ഈസ് റെഡി. ഇനി കുറച്ച് ഏറെ എണ്ണ ഒഴിച്ചിട്ട്, കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് നമ്മളിങ്ങനെ വഴറ്റിയല്ല എടുക്കുന്നത്, എണ്ണയിലിട്ട് വറുത്ത് കോരുകയാണ്. പക്ഷേ ചിപ്സ് പോലെയല്ല വറുക്കുന്നത്. ഗോൾഡൻ ബ്രൗണോ കരുകരുപ്പോ അങ്ങനെയൊന്നും വേണ്ട. ഒരു കുഴഞ്ഞ ഭാഗത്തിന് വഴറ്റിയല്ല എണ്ണയിലിട്ട് വറുത്ത് കോരണം. അതുപോലെ സവാള, ഈ രണ്ടും കൂടെ ഒന്നിച്ച് തന്നെ ചെയ്യണത്. എങ്കിലും ആദ്യം നമുക്ക് പൊട്ടറ്റോ ഇടാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെല്ലാം സാധാരണ ഒലിവ് ഓയിലാണ് ഉണ്ടാക്കുന്നത്. ഹെൽത്തി വേർഷനാണ് ഒലിവ് ഓയിൽ. അപ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ ഒലിവ് ഓയിലും ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാകട്ടെ. പിന്നെ ഈ എണ്ണ നമുക്ക് വേണമെങ്കിൽ റീയൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. വറുത്ത് കോരിയാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, കരുകരുപ്പല്ല. ഇതൊരു കുഴഞ്ഞ ഭാഗത്തിനാണ്. ഉള്ളിയാണെങ്കിലും പൊട്ടറ്റോ ആണെങ്കിലും ഒരു വറുത്ത് കോരണ്ട.
അപ്പോൾ എണ്ണ ചൂടായി ഇതേ ആദ്യം പൊട്ടറ്റോ നോക്കിക്കോളൂ. ഓക്കെ, പൊട്ടറ്റോ എല്ലാം ഇട്ടിട്ട് ഉള്ളിയും കൂടി അതിനോടൊപ്പം തന്നെ ഇടാം. എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കണം. പക്ഷേ ഒരുപാട് ക്രിസ്പി ആയിട്ടല്ല വറുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം, ആ സമയത്ത് എടുക്കുമ്പോൾ കാണിക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മുട്ടയിലും കുറച്ച് ഉപ്പ് ചേർക്കാം. ഇതിലും കൂടി ഇച്ചിരി കൊടുക്കാം. ഇതിങ്ങനെ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് ചെയ്യണം. എന്നിട്ട് ബാക്കി വരുന്ന എണ്ണ നമുക്ക് വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിൽ നിന്ന് ഊറ്റിയാണ് എടുക്കുന്നത്, അല്ലാതെ എണ്ണയോട് കൂടിയല്ല. ഘനം കുറച്ച് അരിയുന്നതാണ് ഏറ്റവും നല്ലത് പൊട്ടറ്റോ. ഇനി ഇത്രയും ഘനം കുറച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചിലരൊക്കെ കുറച്ച് നോർമലായിട്ടുള്ള സ്ലൈസസ് ആയിട്ടും മുറിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും അഡാപ്റ്റ് ചെയ്യാം. ഓക്കെ, ഹൈ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഒന്ന് റെഡിയായി വരട്ടെ. യെസ്, ഇപ്പോൾ ഏതാണ്ട് കളറൊക്കെ ചെറുതായി മാറി തുടങ്ങുന്നു. പക്ഷെ മൊരിയാൻ പാടില്ല കേട്ടോ, അതിന് കുഴന്നുള്ള രീതിയിൽ കുഴഞ്ഞാണ് എടുക്കുന്നത്. അപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് സ്പെയിൻകാർ ചെയ്യുന്ന കാര്യമല്ല ഞാൻ ചെയ്യാൻ പോണത്. ഞാൻ ഒരു പച്ചമുളക് വലുത് നീളത്തിന് ഒരു വലിയ പച്ചമുളകിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതും കൂടി ഓയിലോട്ടിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാൻ പോകുന്നു. ഓക്കെ, ഈ ഒരു കണ്ടീഷനിലേക്ക് ആയിക്കഴിഞ്ഞു. ഓക്കെ, എന്നാ ഇനി ഒരു പച്ചമുളക് ഇടുന്നു. ഇത് നിർബന്ധമുള്ള സ്റ്റെപ്പല്ല. വെറുതെ പച്ചമുളക് അരിഞ്ഞിടാം, അരിയാതിടാം, ഡയറക്റ്റായിട്ട് മുട്ടയിൽ. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ എനിക്ക് തോന്നി ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് വറുത്തെടുക്കുമ്പോൾ അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടുമല്ലോ. ദാറ്റ് വുഡ് ബി ബെറ്റർ. ഇല്ലേ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് ഇങ്ങനെ കോരി മാറ്റാം. ബ്രൗൺ ആയില്ല, പക്ഷെ ഒരു പഴഞ്ഞ ഭാഗത്തിന് തന്നെ കിട്ടും. പൊട്ടറ്റോ ഒക്കെ ഏകദേശം വെന്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഘനം കുറച്ച് അരിഞ്ഞു, പക്ഷേ അത്രയും ഘനം കുറച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു സ്റ്റേജിലേക്ക് കിട്ടും. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല രസമുള്ളൊരു ടെക്സ്ചറാണിപ്പോൾ. ഓക്കെ, അതെല്ലാം പാകത്തിനുണ്ട്. ചെറുതായിട്ടൊന്നൊരു കളറൊന്നും മാറി കുഴഞ്ഞിരിക്കുന്നു, എന്നാൽ കുഴഞ്ഞാണിരിക്കുന്നത്. ക്രിസ്പി അല്ല. ഓക്കെ, ഈ ക്രിസ്പി ആണെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കില്ല. പക്ഷേ ഇതിലെന്തായാലും കുറച്ച് കുഴഞ്ഞിരിക്കുന്നതുകൊണ്ട് എണ്ണ ഉണ്ടാവും. വേറെ ഓയിൽ, അതുകൊണ്ട് ഒലിവ് ഓയിലാണെങ്കിൽ പിന്നെ ഹെൽത്തിയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ കുഴപ്പമില്ല, ഒലിവ് ഓയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പൊട്ടറ്റോ ആൻഡ് ഒണിയൻ ഇത് മിക്സ് ഇവിടെ ഇരിക്കട്ടെ. ഇനി 4 മുട്ട എടുത്തിട്ട് വരാം. ഇനിയാണ് മുട്ടയുടെ പാർട്ട് വരുന്നത്. മുട്ടയുടെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു അളവ് പറയാനാണെങ്കിൽ ഞാൻ കുറേ കുച്ചും വലുതും കാണിച്ചില്ല. ഒരു 3-4 മീഡിയം സൈസ്, ഏതാണ്ട് ഇത്രയും കിട്ടിയാൽ മതി. ഒരു അത്യാവശ്യം സൈസുള്ള ഉരുളക്കിഴങ്ങാണെങ്കിൽ 3 എണ്ണം മതി. ഒരു 3 മീഡിയം, പിന്നെ മുട്ട 3-4 നോക്കിയിട്ട്. സവാള 2 എണ്ണം മീഡിയം. ഇതിപ്പോൾ ഒരു 4 മുട്ട ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഒരെണ്ണം പൊട്ടി, കുഴപ്പമില്ല. ഇനി ഒരല്പം ഉപ്പ്, നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിയിൽ കുറച്ച് ഉപ്പ് ചേർത്തു, ഇതിലും കൂടി കുറച്ച് ഉപ്പ് ചേർത്തു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആൻഡ് ഉള്ളി മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒരു ചെറിയൊരു മിക്സ് ഇങ്ങനെ ചെയ്താൽ മതി. സ്പൂൺ കൊണ്ട് ഒരു ഫോൾഡിങ് ഇൻ മെത്തേഡ് പോലെ തിരിച്ചും മറിച്ചുമൊക്കെ മിക്സ് ചെയ്യാം. ഒരു വിഗറസ് ബീറ്റ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല, ഇങ്ങനെ മതി. ഉപ്പൊക്കെ ഏകദേശമൊക്കെ കറക്റ്റായിരിക്കും. ഇനി ഇത് ഒരു 5-6 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. എന്നിട്ട് പാത്രം ചൂടാക്കാം. ഉണ്ടാക്കാൻ പോണ പാത്രം
ഈ ഒരു മിശ്രിതം ഒന്ന് മാറ്റി അടച്ച് വയ്ക്കുക. ഇനി ഇതിനകത്ത് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം, ഇനി അതല്ല മുളക് പൊടി വേണമെങ്കിൽ അതും ആകാം. എനിക്ക് തോന്നുന്നത്, എനിക്ക് പെപ്പറിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ കുറച്ച് എന്താ പറയുക നമ്മുടെ മുളക് പൊടി വേണമെങ്കിലും ചേർക്കും. ചിലപ്പം പേരിന് വേണ്ടി കുരുമുളക് പൊടി ചേർക്കും. അപ്പോൾ പാത്രം ഒന്ന് അടച്ച് വയ്ക്കും, എന്നിട്ട് അടുപ്പ് കത്തിക്കാം. ഓക്കെ, അടുപ്പ് കത്തിക്കട്ടെ. ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി മുളക് പൊടിയും കൂടി ചേർക്കാൻ പോകും. കാൽ ടീസ്പൂൺ മതി. ഓക്കെ, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ആൻഡ് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കണം. ഇത് ഒത്തൻറ്റിക് അല്ല കേട്ടോ, നമ്മൾ ഒത്തൻറ്റിക് സ്പാനിഷ് ഓംലെറ്റ് ആണെങ്കിൽ മുളക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നോട്ട് ഈവൻ ചിലപ്പോൾ കുരുമുളക് പൊടി പോലും ചേർക്കാറില്ല. പക്ഷെ നമുക്ക് എപ്പോഴും ഇമ്പ്രവൈസ് ചെയ്യാമല്ലോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഇതിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ലീവ്സ് അരിഞ്ഞ് ചേർത്താലും നല്ലതാണ്. സ്പ്രിംഗ് ഓണിയൻ്റെ ഇല വിത്ത് ഓണിയൻ ആയാലും കുഴപ്പമില്ല, ആ ഓണിയൻ ബൾബ്. യെസ്. ഇനി പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ക്രഷ്ഡ് ചില്ലീസ് ഉണ്ടല്ലോ, നമ്മുടെ മുളകിൻ്റെ തരിപ്പായി പൊടിച്ച്, അതാണെങ്കിലും ഓക്കെയാണ്. ഇത് സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവർക്ക് മാത്രം. പാത്രം ചൂടായി, ഇനി ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. ടോട്ടലി ഒലിവ് ഓയിൽ തന്നെ ചെയ്യാൻ നോക്കുക. ഒരു സോസ് പാനിൽ, അതായത് ഒരു ഫ്രൈയിങ് പാനിൽ ചെയ്യാം, കുഴിയുള്ള ഫ്രൈയിങ് പാനിൽ. ഞാൻ പക്ഷേ ഇത് നമ്മുടെ കായ്പോളയൊക്കെ ഉണ്ടാക്കില്ലേ, ആ പാത്രത്തിലാണ് ചെയ്യുന്നത്. ലെവൽ ചെയ്യാം. ഓക്കെ, എന്നിട്ട് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഇനി ഇത് തിരിച്ചിടണം. ഓക്കെ, അതിനുള്ള എളുപ്പ പരിപാടി ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോളൂ, ഒരു പ്ലേറ്റ് എടുക്കണോ, ഇത് നോക്കിക്കോളൂ ഇതിൻ്റെ അകത്തെ കണ്ടീഷൻ എന്താണെന്ന് കാണിച്ചു തരാം. ഒരു സൈഡ് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗം അത്രയും സെറ്റ് ആവില്ലല്ലോ, കുറച്ചൊരു ലൂസായിട്ടിരിക്കും. വാവ് ഉടൂ. അപ്പോൾ ഇനി പ്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനെ വെച്ച്, ഞാൻ ചെറിയ രീതിയിലാണ് ഇട്ടുന്നത്. ഇനി ഇതിലേക്ക് കമ്മിങ് ബേബി കമ്മിങ്, ആദ്യം ഇതിങ്ങോട്ട് കമിഴ്ത്തും, പ്ലേറ്റിലേക്ക് കമിഴ്ത്തി. ഇനി ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇത് ഇങ്ങനെ വന്നു. ഇനി എന്താ ചെയ്യണേ, ഇത് വെച്ചിട്ട് അടപ്പിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് തിരിച്ച് വയ്ക്കണം. അപ്പോൾ ആ സെറ്റാകാത്ത ഭാഗം അടിഭാഗത്തേക്ക് പോകും. യെസ്. അപ്പോൾ സെറ്റായ ഭാഗം മുകളിലും വരും, സെറ്റാകാത്ത ഭാഗം താഴെ. ഇനി വീണ്ടും ഞാൻ ചെറിയ രീതിയിലിട്ടിരിക്കുന്നു, ഒന്ന് ആയിക്കോട്ടെ. അപ്പോൾ ഇതുപോലെ തന്നെ മറു സൈഡും ആകണം. അതേസമയം ഉള്ളിൽ ഭയങ്കര ഓവറായിട്ട് ഹാർഡാകാൻ പാടില്ല, കുറച്ചൊരു സോഫ്റ്റ്നെസ്, ഒരു അല്പം ഇങ്ങനെ ലൂസായിട്ട് തന്നെ ഇരിക്കണം. ഒരുപാട് ലൂസല്ല, അല്പം സോഫ്റ്റ്. ഇതാണ് വേണ്ടത്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ചെറിയ രീതിയിൽ. അടച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഓപ്പണായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ചെയ്ത പ്രോസസ്സ് മനസ്സിലായല്ലോ. ദാറ്റ് ഈസ്, ഒരു സൈഡ് സെറ്റായി, മുകൾ ഭാഗം കുറച്ചൊരു മുട്ട ഇങ്ങനെ സെറ്റാകാണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ കമിഴ്ത്തിയിടുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്, ആ സെറ്റാകാത്ത ഭാഗം ഈ പ്ലേറ്റിൽ വന്ന് വീഴും. ഓക്കെ, എൻ്റെ മേൽ ഭാഗം സെറ്റായ ഭാഗം മേളിലുണ്ടാവും. പിന്നെ നമ്മൾ ചെയ്യുന്നത്, ഇതേ പാത്രത്തിൻ്റെ അടപ്പ് ഇങ്ങനെ വെച്ചിട്ട് അതിലേക്കിങ്ങനെ കമിഴ്ത്തും. അപ്പോൾ ആ സെറ്റാകാത്ത ഭാഗം മേളിൽ വരും. എന്നിട്ട് ഈ പാത്രം എടുത്തിട്ട് തിരിച്ച് വയ്ക്കും. തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇടുമ്പോൾ സെറ്റാകാത്ത ഭാഗം അടിഭാഗത്തേക്ക് പോകും. അതാണ് സിമ്പിൾ ടെക്നിക്ക്. പക്ഷേ ഇതല്ലാതെ കുറച്ച് ഇത് എളുപ്പത്തിൽ ചെയ്യും. നമ്മൾ കായ്പോളയൊക്കെ ഇങ്ങനെ ചെയ്താലാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. ഇത് സ്പെയിനുകാർ ഇങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. സ്പെയിനുകാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത് ഒരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തി ഇട്ടിട്ട് അത് പതുക്കെ ഇങ്ങനെ ഇതിലോട്ട് കമിഴ്ത്തി ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അതിനകത്തേക്ക് തിരിച്ചിടും, സെറ്റാകാത്ത. എന്നിട്ട് വീണ്ടും ചെറിയ തീയിലിട്ടിട്ട് സെറ്റാക്കി എടുക്കുക. അതാണ് പ്രോസസ്സ്. ഞാനിത് കുറച്ചുകൂടെ സിമ്പിൾ, നമ്മുടെ കേരളത്തിൻ്റെ ടെക്നിക്കാണ്. തീ ഓഫ് ചെയ്യട്ടെ. ആയിക്കഴിഞ്ഞു, ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഓക്കെ, മൂവ് ചെയ്യുന്നുണ്ടോ, സൈഡിലോട്ട് ആക്കുമ്പോൾ നല്ല മൂവ് ചെയ്ത് കിട്ടും. ഇനി ഇത് പ്ലേറ്റിലേക്ക് കമിഴ്ത്തിയിടാം. ഒരു പ്ലേറ്റ് വയ്ക്കണു. യെസ്, കാണുന്നുണ്ടല്ലോ, ഈസി ആയിട്ട് ഡിമോൾഡ് ചെയ്യാൻ പറ്റും. പാകത്തിന് റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഓവർ ഹാർഡായിരിക്കില്ല, കുറച്ചൊരു സോഫ്റ്റ്നെസ് ഉണ്ടാകണം. അതെ, സംഭവം റെഡി. സ്പാനിഷ് ഓംലെറ്റ് ഇസ് റെഡി. അടിപൊളി. സി, നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് ഇസ് റെഡി. ഒരു കാര്യം ശ്രദ്ധിച്ചല്ലോ, അഫ്ഗാനി ഓംലെറ്റ് ആണെങ്കിലും സ്പാനിഷ് ഓംലെറ്റ് ആണെങ്കിലും ഇതിലെല്ലാം
ഉരുളക്കിഴങ്ങ് ഒരു പ്രധാന കാര്യമാണ്. ഉരുളക്കിഴങ്ങ് മുട്ട കോമ്പിനേഷനാണ്. അപ്പോൾ അത് ഒരു ബേസിക്കായിട്ട് പറഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ് മീൽ പോലെ അവർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചോറും കറികളും കഴിക്കുന്ന പോലെ ചോറ് സ്റ്റാർച്ചാണ്, പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കറികൾ, പിന്നെ ലീഫി വെജിറ്റബിളൊക്കെ നമുക്ക് ഭയങ്കര ഹെൽത്തിയാണ്. ഇതിലിപ്പോൾ പൊട്ടറ്റോ ആണ് അവരുടെ സ്റ്റാർച്ച്, പിന്നെ മുട്ട അവരുടെ പ്രോട്ടീനാണ്. അങ്ങനെ ഒരു രീതിയിലായിരിക്കും കഴിക്കുന്നത്. ഒലിവ് ഓയിൽ നല്ലതാണ്, ഹെൽത്തിയാണ്. അങ്ങനെ അപ്പോൾ ഇതൊരു നല്ലൊരു അവരുടെ ഒരു പ്രധാന ഐറ്റമാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് സലാഡ്സ്, വെജിറ്റബിൾസ്, പിന്നെ ബ്രെഡ്സ് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ്സും കഴിക്കാം. അങ്ങനെ സാലഡ് വിത്ത് ദിസ് ഇസ് മോർ ദാൻ ഒരു പിസ്സയൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ വെഡ്ജസ് ആയിട്ട് കട്ട് ചെയ്ത് കഴിച്ചാൽ മതി. ഈസിയാണ്. അപ്പോൾ നമുക്കും അങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടെ ലീവ്സൊക്കെ വേണമെങ്കിലും കയറ്റാം കേട്ടോ. അതിപ്പോൾ നമുക്ക് ഇംപ്രവൈസേഷൻ ആവുമല്ലോ. പാലക്കിൻ്റെ ഇലയോ പിന്നെന്താ മുരിങ്ങയുടെ ഇലയോ അതൊക്കെ ആവാമല്ലോ. ഈ ഒരു മിക്സിൽ എന്ത് ഇല വേണമെങ്കിലും ചേർക്കാം. ചീരയൊക്കെ അരിഞ്ഞിടാം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഹെൽത്തി ആക്കാം ഇച്ചിരി കൂടെ. നോക്കിക്കോളൂ, നല്ല ചൂടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു പിസ്സ പോലെ കട്ട് ചെയ്ത് നോക്കട്ടെ. ഒരു വെഡ്ജ് പോലെ ഇങ്ങനെ കട്ട് ചെയ്യാം. അത് കണ്ടോ, കുറച്ച് ഇങ്ങനത്തെ ഒരു ചെറിയൊരു അല്പം ഒരു എഗ്ഗി, കുറച്ചൊരു ലൂസായിട്ടൊരു ടെക്സ്ചറും കൂടി ഉണ്ടെങ്കിലാണ് പെർഫെക്റ്റായിട്ട് ഇരിക്കുന്നത്. അത് രണ്ട് സൈഡും നല്ലതായിട്ട് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറച്ചൊരു സോഫ്റ്റായിട്ട് ഇച്ചിരി ഒരു ഗോയി ആയിട്ട് ഇരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ഹൗ ഇതിൻ്റെ ഒരു ടോട്ടൽ ടെക്സ്ചർ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോഴായിരിക്കും ഏറ്റവും സ്വാദായിട്ട് കഴിക്കാൻ പറ്റുന്നത്. പൊട്ടറ്റോ ഒക്കെ ഓൾറെഡി കുക്ക്ഡാണ്, എല്ലാ കാര്യങ്ങളും, സവാളയെല്ലാം. അങ്ങനെ നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് ഇസ് റെഡി. കണ്ടല്ലോ, അടിപൊളി. ഒരു പിസ്സ മോഡലിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതൊരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ആക്കാം, അല്ലെങ്കിൽ ഡിന്നറിന് യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ കുറേ സലാഡ്സ് ആകാം, ബോയിൽഡ് വെജിറ്റബിൾസ് ആകാം, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ്സ് എന്തെങ്കിലും ആകാം. ഇപ്പം നമുക്ക് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏത് ടൈപ്പ് നമുക്ക് ബ്രെഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചപ്പാത്തിയും ബ്രെഡാണല്ലോ ബ്രെഡ്സിൻ്റെ കാറ്റഗറിയിൽ വരും. ഓക്കെ, പിന്നെ കുട്ടികൾക്ക് ഇത് അത്യാവശ്യം സ്കൂളിൽ കൊടുത്തയക്കാം. ഇതിൻ്റെ ഒരു സാൻഡ്വിച്ച് പോലെ ആക്കിയിട്ട് കൊടുത്തയക്കാം. ഇങ്ങനെയാണ് കഴിക്കാൻ പോണേ. ഇതിനകത്ത് ഉരുളക്കിഴങ്ങുണ്ട്, ഉള്ളിയുണ്ട്, കാണുന്നുണ്ടല്ലോ. യമ്മി, വെരി ടേസ്റ്റി. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കുറച്ചുകൂടെ ഹെൽത്തിയർ ആക്കാം. നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുന്ന ആ സമയത്ത് ക്യാരറ്റ്സ് ഇതുപോലെ സ്ലൈസസ് ആയിട്ട് കനം കുറച്ച് അരിഞ്ഞിടാം. അതിൻ്റെ കൂടെ എന്താ പറയുക, നമുക്ക് മഷ്റൂംസ് ചേർക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. എന്നിട്ട് ആ മുട്ടയുടെ കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മുരിങ്ങയിലയോ കുറച്ച് ചീരയോ അരിഞ്ഞത്, പാലക്കോ ഒക്കെ ചേർത്തിട്ട് അങ്ങനെയും ചെയ്യാം. സ്പാനിഷ് ഓംലെറ്റിന് നമുക്ക് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇതിപ്പോൾ 2 പേർക്കും കഴിക്കാം, 4 പേർക്കും കഴിക്കാം വേണമെങ്കിൽ. വെരി വെരി ടേസ്റ്റി. അകത്ത് മുട്ട ഫുൾ സെറ്റാവാതെയല്ലേ നമ്മൾ ചെയ്യുന്നത്. കുറച്ച് ഗുയി ആയിട്ട് ഇങ്ങനെ ഒരു കുറച്ച് ഗിഗിളി ആയിട്ടിരിക്കില്ല, അങ്ങനെ അതാണ് വേണ്ടത്. അല്ല ഫുൾ കട്ടിയായിട്ട് ഹാർഡായിട്ട് ചെയ്യുന്ന കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇരിക്കട്ടെ, അത് ഗംഭീരമാണ്. നല്ല വയറൊക്കെ നിറയും, ഫില്ലിങ്ങാണ്, സുഖമായിട്ട് ഉണ്ടാക്കി കഴിക്കാം. നമ്മൾ അഫ്ഗാനി ഓംലെറ്റ് ചെയ്തപ്പോൾ ടൊമാറ്റോ ഒക്കെ ഉണ്ട്, ഇതിൽ ടൊമാറ്റോ ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടേതായ ഇഷ്ടത്തിന് മാറ്റങ്ങൾ വരുത്തി ചെയ്യുക. അടിപൊളിയാണ്, ഇഷ്ടപ്പെടും. അപ്പോൾ ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലിഷ്മന വ്ളോഗ്സ്. ലവ് യു ഓൾ.